നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. പറയാം. അതിനാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്തിനീ മഹാപാപം ചെയ്യുന്നു? മനസ്സിലായില്ല. ജീവിക്കാൻ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കൊള്ളയടിക്കണം, മനുഷ്യരൊപ്പം നശിപ്പിക്കണം. നിങ്ങൾ എത്ര പേരെ ഇടിച്ചു കൊല്ലുന്നു, എത്ര പേരെ തൂക്കിക്കൊല്ലുന്നു. നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ തൊഴിൽ ചെയ്യുന്നത്? നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുറ്റം ചെയ്യുന്നവരെയാണ് ഞങ്ങൾ ശിക്ഷിക്കുന്നത്. അധ്വാനിച്ച് ജീവിച്ച് മര്യാദയ്ക്ക് കഴിയുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ കൊലപ്പെടുത്തി ഛിന്നഭിന്നമാക്കുന്നത്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നിയമത്തിന് കീഴടങ്ങി മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കണം. നിയമം? എന്ത് നിയമം? ഏത് നിയമം? നിങ്ങളുടെ നിയമം പാലിക്കുന്നവരാരാണ്? ഒരു നിയമത്തിന്റെ പേരും പറഞ്ഞ് മാസശമ്പളം വാങ്ങിക്കുന്ന പലരെയും ഞങ്ങൾക്കറിയാം. കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ വെറുതെ വിട്ട് നിരപരാധികളെ ശിക്ഷിക്കുന്ന ഏമാന്മാർ. നിയമത്തെ വ്യഭിചരിക്കുന്നത് ആരാണ്? അവർ ചെയ്യുന്ന കൊല്ലാക്കൊല ഞങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ ഈ നിൽക്കുന്ന ഭദ്രനെ? അവൻ എങ്ങനെ ഇവിടെ വന്നുവെന്ന്? സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്നവൻ ശിക്ഷിക്കപ്പെടാതെ വന്നപ്പോ പ്രതികാരം ചെയ്തവൻ കാട് കയറി. ആ നിൽക്കുന്ന ഗോപാലൻ അവന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത രാഷ്ട്രീയ നേതാവിനെ നിങ്ങളുടെ നിയമം ശിക്ഷിച്ചില്ല. MLA മാർ വോട്ട് ചെയ്ത് അവൻ MP ആക്കി. ഇനി ഞാൻ കൊള്ളക്കാരനായ കഥ കേൾക്കണം. മരിക്കാൻ കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി 2 തേങ്ങ ഇട്ടതിന് നിങ്ങൾ പറയുന്ന നിയമം എന്നെ കള്ളനാക്കി. എനിക്ക് കിട്ടിയ ഈ വിദ്യാഭ്യാസം എവിടെ നിന്നറിയാമോ? ദുർഗുണ പരിഹാര പാഠശാലയിൽ, അതും സർക്കാർ ചെലവിൽ.